ഹലോ! അങ്ങനെ കാറ്റത്ത് കിളിക്കൂടി പുതിയ പ്രൊമോയിൽ ഒരു അടിപൊളി സീനുകളും മോനെ ഒരു രക്ഷയില്ല. നമ്മുടെ സുനന്ദയും നമ്മുടെ സുഭാഷും അപ്പുറത്തിപ്പുറത്ത് നിന്ന് കരച്ചിലാണ്. കാരണം സുനന്ദയുടെ കല്യാണമാണ് പിറ്റേ ദിവസം. അപ്പൊ സുഭാഷ് ഏട്ടൻ അന്ന് തലേദിവസം വീട്ടിലെത്തുന്നത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നെഞ്ച് തകർന്നാട്ടോ. അപ്പൊ നമ്മുടെ എല്ലാവരോടും അനിയന്മാരും നിധിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സുഭാഷ് ഏട്ടന്, തലവേദനയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നുണ്ടേ, എടാ മക്കളെ, അവന് തലവേദനയല്ല ഹൃദയവേദനയാടാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. എന്താന്നല്ലേ, നമ്മുടെ സുഭാഷ് ഏട്ടനും നമ്മുടെ സുനന്ദയും അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലിരുന്ന് ഭയങ്കര കരച്ചിലായിരിക്കോട്ടെ. ലാസ്റ്റ് സുനന്ദ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. സുനന്ദ ഓടി സുഭാഷിന്റെ അരികിൽ എത്തുന്നുണ്ട്. അപ്പൊ നിധി ഉണ്ടാവും അവിടെ. എന്നിട്ട് സുനന്ദ പറയുന്നുണ്ട്, ഞാനിനി ഈ വീട്ടിൽ സുഭാഷ് ഏട്ടനൊപ്പമാണ് ജീവിക്കാൻ പോകുന്നേ എന്ന് ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട്. പിന്നാലെ തന്നെ നമ്മുടെ സുനന്ദയുടെ അച്ഛനും അമ്മയും എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ വെച്ചും പറയുന്നുണ്ട്, ഞാൻ ആ കല്യാണത്തിന് സമ്മതിക്കില്ല, എനിക്ക് സുഭാഷ് ഏട്ടന് മതി, ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കുള്ളൂ എന്ന് നമ്മുടെ വീട്ടുകാരോടും ഉറച്ചൊരു മറുപടി നമ്മുടെ സുനന്ദ കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷിന്റെ അനിയന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമാകട്ടെ. കാരണം സുനന്ദ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ തീരുമാനം എടുത്തല്ലോ. അപ്പത്തേക്കും നമ്മുടെ സുഭാഷ്, എന്നെ വിശ്വസിച്ച് വന്ന ആ പെൺകുട്ടീനെ ഞാൻ എങ്ങനെ ഇറക്കി വിടും എന്നും പറഞ്ഞ് ഒരു താലിയൊക്കെ എടുത്ത് അതായത് അന്ന് മേടിച്ചു വെച്ച താലി ഉണ്ടായിരുന്നല്ലോ ക്ഷേത്രത്തിൽ വെച്ച് കെട്ടാൻ. അന്ന് ഉടുത്ത ആ ഒരു ഷർട്ടും മുണ്ടൊക്കെ വേഗം എടുത്ത് ആ ഒരു താലിയും എടുത്ത് വന്നിട്ട് നമ്മുടെ സുനന്ദയുടെയും അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് നമ്മുടെ സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അടിപൊളി രംഗങ്ങളല്ലേ. കാത്തിരിക്കാട്ടോ, അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.